നമ്മളൊരു പുതിയ വീഡിയോയുമായി വന്നിരിക്കുന്ന സൗദി അറേബ്യയിൽ ജിദ്ദയിലാണ്. ജിദ്ദ ഷെറഫിയ എന്ന് പറയുന്ന ഒരു മാർക്കറ്റാണ്. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഫുള്ള് മലയാളികൾ ഉൾപ്പെടുന്ന ഒരു മാർക്കറ്റാണ്. പച്ചക്കറികളായാലും ഈ ചക്കയായാലും എന്ത് ഐറ്റംസ്, മലയാളികളുടെ ഫുൾ ഐറ്റംസ് എന്ത് വേണമെങ്കിലും ഈ മാർക്കറ്റിൽ വന്നാൽ മതി. വിലക്കുറവാന്ന് പറഞ്ഞാൽ മാക്സിമം വിലക്കുറവാണ്. എന്ത് സാധനം വേണമെങ്കിലും ഈ മാർക്കറ്റിൽ എല്ലാം ഉൾപ്പെടുത്തുന്നതാണ്. ഇറച്ചി, മീന്, കേരളമാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് അങ്ങോട്ട് പോവാം. അതുകൊണ്ട് ഈ മാർക്കറ്റാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്താൻ പോണേ. അപ്പൊ നമ്മൾ മാക്സിമം നിങ്ങൾ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ വരിക. നേരത്തെ ഈ പാർക്കിംഗ് കാണുന്ന സ്ഥലം മൊത്തം ബിൽഡിംഗ് ആയിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഈ 2030 ഭാഗമായിട്ട് ഈ പഴയ ബിൽഡിങ്ങുകളെല്ലാം പൊളിച്ചിട്ട് പുതിയ ബിൽഡിംഗ് വരാനുള്ള ഇതാണ്. ഇപ്പൊ ഇവിടെ എല്ലാം പാർക്കിംഗ് ആണ്. ഇത് മൊത്തം ഇത് സാധനം പർച്ചേസ് ചെയ്യാൻ വരുന്നതാണ്. ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് സാധനങ്ങൾ വാങ്ങാൻ വന്ന് അടിയുന്നത് ജിദ്ദയിലെ ഷറഫിയയിലാണ്. വ്യാഴാഴ്ച ഫുള്ള് മലയാളിസാണ് ഇവിടെ വരുന്നത്. മെയിൻ ആയിട്ട് മാർക്കറ്റുകളിൽ നിന്ന് വാങ്ങുന്നതിനെ കഴിഞ്ഞും ലാഭമാണ്. അതുകൊണ്ടാണ് കൂടുതൽ ആളുകളും ഇവിടെ വന്ന് അടിയുന്നത്. ഒരു കിലോയ്ക്ക് 10 ഉണ്ടെങ്കിൽ ഇവിടെ 5 റിയാലിനും 4 റിയാലിനും കിട്ടും. പോവാണെങ്കിൽ അതേപോലെ ഓമയ്ക്ക, കുമ്പളങ്ങ, പച്ചമുളക്, വെണ്ടയ്ക്ക, എല്ലാം നല്ല ഫ്രഷ് സാധനമാണ്. ഏറ്റവും വിലക്കുറവുമാണ്. പിന്നെ നമ്മുടെ ചീര ഐറ്റംസ് നാട്ടിലൊക്കെ എല്ലാം 2 റിയാലേ ഉള്ളൂ. 2 റിയാലും 1 റിയാലിന്റെ ഐറ്റംസേ ഉള്ളൂ ചീര നാട്ടിലെ. അതേ ഫ്രഷ് കിട്ടൂല അല്ലേ? ചുവന്ന ചീര, പച്ചച്ചീര. ഇത് ചീര എന്നാട്? അതാണ് പച്ചച്ചീര. എല്ലാം 2 റിയാലും 3 റിയാലാണ്. അങ്ങനെ നോക്കുവാണെങ്കിൽ അടുത്ത വൈതളങ്ങ, എന്ത് ഐറ്റംസ്. അതേപോലെ തക്കാളിക്കൊക്കെ വെറും ചീപ്പ് റേറ്റ് ആണ്. 1 കിലോയ്ക്ക് 1 റിയാലും 1.50 ഒക്കെയാണ് ഇവിടെ വരുന്നത് എല്ലാം. പക്ഷെ നമ്മൾ ഇത് ബക്കാലെ പോണെങ്കിൽ 7 റിയാലാണ് 1 കിലോ തക്കാളി. വലിയവനൊന്നും ചെറിയവനൊന്നും ഇല്ലാതെ എല്ലാരും മേടിക്കും. പക്ഷെ ഇത് അലൗഡ് അല്ല. ഇവിടുത്തെ ചെക്കിങ് വന്നാൽ എല്ലാം വാരിക്കൊണ്ട് പിന്നെ വലതിയുടെ ആൾക്കാർ വരുവാണെങ്കിൽ എല്ലാം വാരി കൂട്ടി വന്ന ഒരു വണ്ടിയിൽ വന്ന് വാരിക്കൊണ്ട് പോകും. വണ്ടി മാത്രമേ. പാവയ്ക്ക, പയറ്, വെണ്ടയ്ക്ക, തക്കാളി ഭയങ്കര തിരക്കും. ഇതൊക്കെന്ന് പറഞ്ഞാൽ ചാലയിൽ കയറും പോലെ ഇരിക്കും. അതെ വലിയ മാങ്ങയൊക്കെ ആണ്. ഫുള്ള് വലിയ മാങ്ങ. കിലോക്ക 7 റിയാൽ 1 കിലോ. ഇത് കടയിൽ. തക്കാളി, പച്ച ആപ്പിള് കൂടുതലും ഇവിടെ കൃഷി ചെയ്യുന്നത് കൊണ്ട്. ആപ്പിൾ, അങ്കൂർ, مانجو الصبر كل موجود. كم فلوس كل مكان رخيص مرة. ഓറഞ്ച്, ആപ്പിൾ, തക്കാളി, പഴം, മാതള. അതെ, കിലോ 5 റിയാൽ. കിലോ 5 റിയാൽ. ഉല്ലാസവേളകൾ ആനന്ദകരമാക്കാൻ അങ്ങനെ വ്യാഴാഴ്ച ഫുള്ള് മലയാളിസാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതൊരു ചെറിയൊരു പാർക്ക് പോലാണ്. ഒന്നുമില്ല, ചെറിയ പാറക്കല്ല് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മലയാളിസ് ഒക്കെ ആകുമ്പോ ഇവിടെ വന്ന് ഇങ്ങനെ കല്ലിന്റെ പുറത്തൊക്കെ ഇരിക്കാം. ഇടയ്ക്ക് അവിടുന്ന് ഇവിടെ വന്നിട്ട് വന്ന് പോണത് ഒരു 12 മണി കഴിച്ചങ്ങ് പോകും. ഇവിടെ ഇങ്ങനെ കല്ലിന്റെ പുറത്തിരുന്ന് ബൂഫേന്നൊക്കെ ഒരു ചായ മേടിച്ച് കുടിച്ച് കച്ചവടവും കാര്യങ്ങളെല്ലാം കണ്ട് കേട്ടിരിക്കാം. നാട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തൊട്ടപ്പുറത്ത് മസ്ജിദ് ഉണ്ട്. ഇത് മലയാളികളുടെ ഒരു മെഡിക്കൽ സെന്റർ ആണ്, ഹോസ്പിറ്റലാണ്. വരുന്നത് ഇവിടെ ആയിരിക്കും വരണത്. സാധനങ്ങൾ വാങ്ങാൻ നാട്ടിലെ സാധനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോഴേ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു സ്ഥലം ഇതല്ലേ ഉള്ളൂ. ഏറ്റവും അറിയപ്പെടുന്ന സ്ഥലം ഫുള്ള് മലയാളീസ് മാത്രമല്ല എല്ലാരും ഉണ്ട്. അവിടെ കേട്ടിട്ട് നല്ലൊരു ചായ കുടിക്കണമെങ്കിൽ പോലും ഷറഫിയയിൽ വരണം. ഫുഡ് കഴിക്കാനായാലും ഡ്രസ് എടുക്കാനായാലും 3 ഷർട്ട് 100 റിയാൽ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ എല്ലാം 3 ഷർട്ട് 100 റിയാൽ, 3 ടീഷർട്ട് 100 റിയാൽ, അതേപോലെ 3 പാൻസ്. അങ്ങനെ മലയാളികളുടെ കടകളാണ്. പക്ഷെ എല്ലാം നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ ഒരു സൈഡ് പാർക്ക് ചെയ്തേക്കണത് ഉമ്രയ്ക്ക് പോകാനും അതിനും എല്ലാത്തിനും. ഇതേപോലെ ഇതൊരു മലയാളി ഹോട്ടലാണ്, പാരഗൺ. മറ്റേ ആര്യ ഉദ്ദേശല്ലേ? അതിവിടെ ഈ സൈഡാണോ?
അപ്പുറത്തെ സൈഡ്. ആര് വിളങ്ങുമല്ല അപ്പുറത്ത്. അവിടെ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടത്. ഇവിടെ എന്ന് പറഞ്ഞാൽ 15 റിയാൽ ടീഷർട്ട്. വണ്ടി സേഫ് ആയിട്ട് പാർക്ക് ചെയ്തില്ലെങ്കിൽ പെറ്റി മാത്രമല്ല എല്ലാവരും കൊണ്ടങ്ങ് പോകും. പിന്നെ അതിന്റെ പുറകെ പോകണം. അതിന് 300 എത്ര രൂപ അടയ്ക്കണം? 300 റിയാലാ. 300 റിയാൽ അടച്ചാലാണ് തിരിച്ചു കിട്ടുന്നത്. സാധനങ്ങൾ ബിരിയാണി അരി, ഇന്ത്യ ഗേറ്റ് ബിരിയാണി അരി 5 കിലോയുടെ ഇത് അരിയാണ്. പിന്നെ അതെ ഈ സാധനം എന്തായിരുന്നു മറന്നുപോയി. അതേപോലെ പ്രഥമന്റെ ഐറ്റം ഇത് ഇത് അട. ഓണത്തിന് പ്രഥമം വെക്കാൻ പറ്റിയ സാധനമായിരുന്നു അട. നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇന്ന് പൊതുവെ വ്യാഴാഴ്ച ആണെങ്കിൽ ആള് കുറവായിരുന്നു. നമ്മൾ വിചാരിച്ചതിനെ കഴിഞ്ഞ അത്ര ആളില്ലായിരുന്നു. എന്നാലും നമ്മളെ കൊണ്ട് മാക്സിമം പറ്റുന്നതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോയിൽ. അപ്പോൾ പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മൾ മാക്സിമം പറയാവുന്ന പോലെ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് അടിക്കുക. നിങ്ങളുടെ ഓരോ ഷെയറും ഓരോ ലൈക്കുമാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോകൾ ഇടാനുള്ള ഒരു പ്രചോദനം. അപ്പൊ നമുക്ക് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണുന്നവരെ ബൈ.